ഹായ് ഫ്രണ്ട്സ്, ആധുനിക ചിത്രകല അതുമായി ബന്ധപ്പെട്ട കുറച്ച് വസ്തുക്കൾ നമുക്ക് നോക്കാം. ബ്രിട്ടീഷുകാരാണ് കേരളത്തിലെ ആധുനിക ചിത്രകല തുടക്കമിട്ടത്. ആരാണ്? ബ്രിട്ടീഷുകാരാണ് കേരളത്തിലെ ആധുനിക ചിത്രകലയ്ക്ക് തുടക്കമിട്ടത്. 18-ാം നൂറ്റാണ്ട് 18th സെഞ്ച്വറി 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടത്തിൽ ചുവർ ചിത്രമെഴുത്തിൻ്റെ പാരമ്പര്യം മാത്രമാണ് കേരളത്തിൽ നിലനിന്നിരുന്നത്. കേരളത്തിലെ ആദ്യ ഫൈനാൻസ് കോളേജ് സ്ഥാപിതമായത് എവിടെ ചോദിച്ചു കഴിഞ്ഞാൽ അത് തിരുവനന്തപുരമാണ്. 3 കാര്യങ്ങൾ: ബ്രിട്ടീഷുകാരാണ് കേരളത്തിൽ ആധുനിക ചിത്രകലയ്ക്ക് തുടക്കമിട്ടത്. 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടത്തിൽ ചുവർ ചിത്രമെഴുത്തിൻ്റെ പാരമ്പര്യം മാത്രമാണ് കേരളത്തിൽ നിലനിന്നിരുന്നത്. കേരളത്തിലെ ആദ്യ ഫൈനാൻസ് കോളേജ് സ്ഥാപിതമായത് എവിടെയാണ്? അത് തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം. ഓക്കെ. ഇനി രാജാ രവിവർമ്മ നമ്മൾ കേട്ടിട്ടുണ്ട്. വളരെ ഒരുപാട് ചിത്രങ്ങൾ അദ്ദേഹം വരച്ചിട്ടുണ്ട്. അപ്പോൾ രാജാ രവിവർമ്മ ആധുനിക ഇന്ത്യൻ ചിത്രകലയുടെ പിതാവ്. ആധുനിക ഇന്ത്യൻ ചിത്രകലയുടെ പിതാവ് ആരാ ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക? അത് രാജാ രവിവർമ്മയാണ്. എന്നാൽ ഇന്ത്യൻ ചിത്രകലയുടെ പിതാവാണ് ആര്? അത് നന്ദലാൽ ബോസാണ്. ഇന്ത്യൻ ചിത്രകലയുടെ പിതാവ് ആരാണ്? അത് നന്ദലാൽ ബോസാണ്. നന്ദലാൽ ബോസാണ് ഇന്ത്യൻ ചിത്രകലയുടെ പിതാവ്. എന്നാൽ ആധുനിക ഇന്ത്യൻ ചിത്രകലയുടെ പിതാവാണ് രാജാ രവിവർമ്മ. ഇന്ത്യൻ ചിത്രകലയുടെ പിതാവാണ് നന്ദലാൽ ബോസ്. ചുവർ ചിത്രകല എണ്ണച്ചായ ചിത്രരചന കാലഘട്ടത്തിലേക്ക് കടന്ന് രാജാ രവിവർമ്മയിലൂടെയാണ്. അപ്പോൾ ചുവർ ചിത്രകല എണ്ണച്ചായ ചിത്രരചന കാലഘട്ടത്തിലേക്ക് കടന്നത്. അപ്പോൾ ചുവർ ചിത്രം എന്ന് പറയുന്നത് എണ്ണച്ചായ ചിത്രം എന്ന് പറയുന്ന കാലഘട്ടത്തിലേക്ക് കടന്നത് രാജാ രവിവർമ്മയിലൂടെയാണ്. അപ്പോൾ അദ്ദേഹം 1848 ഏപ്രിൽ മാസം 29 തിരുവനന്തപുരത്തെ കിളിമാനൂർ. അപ്പോൾ കിളിമാനൂരിലാണ് അദ്ദേഹത്തിൻ്റെ ജന്മം എന്ന് പറഞ്ഞ സംഗതി. 1940 ഏപ്രിൽ 29 തിരുവനന്തപുരത്തെ കിളിമാനൂർ കൊട്ടാരത്തിലെ ലോകപ്രസിദ്ധമായ ചിത്രകാരനായ രാജാ രവിവർമ്മ ജനിച്ചു. കിളിമാനൂർ കൊട്ടാരത്തിലാണ് ജനിച്ചത്. ഓക്കെ. ചിത്രമെഴുത്ത് കോയിത്തമ്പുരാൻ എന്നറിയപ്പെടുന്ന രാജാ രവിവർമ്മയാണ്. അപ്പോൾ ചിത്രമെഴുത്ത് കോയിത്തമ്പുരാൻ. എന്താണ് ചിത്രമെഴുത്ത് കോയിത്തമ്പുരാൻ എന്നറിയപ്പെടുന്ന ആരാണ്? രാജാ രവിവർമ്മയാണ്. അതുപോലെ തന്നെ പിന്നെ നമുക്ക് പറയാനുള്ളത്, അദ്ദേഹത്തിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? രാജാ രവിവർമ്മയ്ക്ക് എണ്ണച്ചായ രചനാരീതിയും പാശ്ചാത്യ ചിത്രശൈലിയും പഠിപ്പിച്ച ഒരു ഡച്ചുകാരനാണ്. ഒരു ഡച്ചുകാരൻ. അദ്ദേഹത്തിൻ്റെ പേരാണ് തിയോഡാർ ജെൻസൺ. എന്താണ്? തിയോഡാർ ജെൻസൺ എന്ന് പറയുന്ന വ്യക്തിയാണ് രവിവർമ്മയെ എണ്ണച്ചായ രചനാരീതിയും പാശ്ചാത്യ ചിത്രശൈലിയും പഠിപ്പിച്ചത്. ഓർത്തിരിക്കുക. ബ്രിട്ടീഷ് സർക്കാർ രാജാ രവിവർമ്മയ്ക്ക് എന്താണ് ബ്രിട്ടീഷ് സർക്കാർ കൊടുത്തത്? എന്താണ്? കെയ്സർ ഇ ഹിന്ദ് പദവി ആര് കൊടുത്തു? ഹിന്ദ് പദവി കൊടുത്തത് ആരാണ്? രവിവർമ്മയ്ക്ക് കൊടുത്തത് ആരാണ്? അത് ബ്രിട്ടീഷ് സർക്കാരാണ്. 1904 ഈ പദവി കൊടുത്തത്. ഇതൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ബഹുമതി നൽകിയതാരാണ്? കേഴ്സൺ പ്രഭുവാണ്. നമുക്കറിയാം. കേഴ്സൺ പ്രഭുവാണ് ഇത് കൊടുത്തത്. കേഴ്സൺ പ്രഭു പറഞ്ഞ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. എന്താ പറഞ്ഞത്? 1840 ഏപ്രിൽ 9 തിരുവനന്തപുരത്തെ കിളിമാനൂർ കൊട്ടാരത്തിൽ ജനിച്ചു. ചിത്രമെഴുത്ത് കോയിത്തമ്പുരാൻ എന്നറിയപ്പെടുന്നു. രവിവർമ്മയെ എണ്ണച്ചായ രചനരീതിയും പാശ്ചാത്യ ചിത്ര ശൈലിയും പഠിപ്പിച്ചാരാണ്? തിയോഡാർ ജെൻസൺ ആണ്. അതുപോലെ തന്നെ ബ്രിട്ടീഷ് സർക്കാർ രവിവർമ്മയ്ക്ക് കെയ്സർ ഇ ഹിന്ദ് ബഹുമതി നൽകി. 1904 ഈ ബഹുമതി നൽകിയത്. ഈ ബഹുമതി നൽകിയത് ആരാത്? അത് കേഴ്സൺ പ്രഭുവാണ്. ഓർത്തിരിക്കുക. ഇനി ചിത്രകാരന്മാർക്കിടയിലെ രാജകുമാരന്മാർക്കിടയിലെ ചിത്രകാരനും എന്നറിയപ്പെടുന്നു. അപ്പോൾ എന്താണ്? ചിത്രകാരന്മാർക്കിടയിലെ രാജകുമാരൻ. രാജകുമാരനാണ്. ചിത്രകാരന്മാർക്കിടയിലെ രാജകുമാരൻ. അതിനെ രാജകുമാരന്മാർക്കിടയിലെ ചിത്രകാരൻ എന്നറിയപ്പെടുന്ന ആരാണ്? അത് രാജാ രവിവർമ്മയാണ്. തൈക്കാട് അയ്യയാണ് അദ്ദേഹത്തിന്റെ ഗുരു എന്ന് പറയുന്നത്. തൈക്കാട് അയ്യയുടെ ശിഷ്യനാണ്. അപ്പോൾ തൈക്കാട് അയ്യ അദ്ദേഹത്തിൻ്റെ ഗുരുവാണ്. തൈക്കാട് അയ്യയുടെ ശിഷ്യനാണ് ഇദ്ദേഹം. 1893 ചിക്കാഗോ സമ്മേളനത്തിൽ പങ്കെടുത്ത മലയാളി. അപ്പോൾ ചോദ്യം വരാം, 1893 ചിക്കാഗോ സമ്മേളനത്തിൽ പങ്കെടുത്ത മലയാളി ആരാ ചോദിച്ചാൽ അത് രാജാ രവിവർമ്മയാണ്. ഓർത്തിരിക്കുക. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട രണ്ടാമത്തെ മലയാളി. ഇന്ത്യൻ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഇന്ത്യൻ തപാൽ
തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട രണ്ടാമത്തെ മലയാളി. ഓക്കെ, അതുപോലെ തന്നെ 1906 ഒക്ടോബർ മാസം 2-ാം തീയതി 1906 ഒക്ടോബർ മാസം 2-ാം തീയതി കിളിമാനൂരിൽ അന്തരിച്ചു. ഗാന്ധി ജയന്തി ദിനത്തിൽ അന്തരിച്ച മലയാളി ചിത്രകാരനാണ്. ഗാന്ധി ജയന്തി ദിനത്തിൽ അന്തരിച്ച മലയാളി ചിത്രകാരൻ അദ്ദേഹം. മാവേലിക്കരയിൽ രവിവർമ്മ പെയിന്റിംഗ് സ്കൂൾ സ്ഥാപിച്ചത് രാജാ രവിവർമ്മയാണ്. ഓക്കെ, മാവേലിക്കരയിലെ രവിവർമ്മ പെയിന്റിംഗ് സ്കൂൾ സ്ഥാപിച്ചത് രവിവർമ്മയാണ്, രാജാ രവിവർമ്മയാണ്. അതുപോലെ തന്നെ PJ ചെറിയാൻ ഒക്കെ രാജാ രവിവർമ്മ പുരസ്കാരം കേരള സർക്കാർ നൽകി തുടങ്ങിയത് എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ രാജാ രവിവർമ്മ പുരസ്കാരം കേരള സർക്കാർ നൽകി തുടങ്ങിയ വർഷമാണ് 2001 എന്ന് പറഞ്ഞ സംഗതി. പറഞ്ഞ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ചിത്രകാരന്മാർക്കിടയിലെ രാജകുമാരന്മാർക്കിടയിലെ ഒക്കെ ചിത്രകാരനും എന്നറിയപ്പെടുന്നു. തൈക്കാടയ്യാണ് അദ്ദേഹത്തിന്റെ ഗുരു, അല്ലെങ്കിൽ തൈക്കാടയ്യയുടെ ശിഷ്യനാണ് രാജാ രവിവർമ്മ. 1893 ചിക്കാഗോ മതസമ്മേളനത്തിൽ പങ്കെടുത്ത മലയാളി, ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട രണ്ടാമത്തെ മലയാളി. അതുപോലെ തന്നെ 1906 ഒക്ടോബർ 2-ന് കിളിമാനൂരിൽ അന്തരിച്ചു. ഓക്കെ, അന്തരിച്ചു. രാജാ രവിവർമ്മ പുരസ്കാരം കേരള സർക്കാർ നൽകി തുടങ്ങിയത് 2001-ലാണ്. ഇത് നൽകി തുടങ്ങിയത്. കലാ സാംസ്കാരിക രംഗങ്ങളിൽ മികവ് തെളിയിക്കുന്ന വ്യക്തികൾക്ക് കേരള ലളിതകലാ അക്കാദമി, ആരാണ്? കേരള ലളിതകലാ അക്കാദമി, ലളിതകലാ അക്കാദമി കൊടുക്കുന്ന പുരസ്കാരമാണ് എന്ത് രാജാ രവിവർമ്മ പുരസ്കാരം. എന്തിനെ കൊടുക്കുന്നതാണ്? കലാ സാംസ്കാരിക മേഖലകളിൽ മേഖലകളിൽ മികവ് തെളിയിക്കുന്ന വ്യക്തികൾക്ക് കേരള ലളിതകലാ അക്കാദമി നൽകുന്ന, കേരള സർക്കാർ നൽകുന്ന പുരസ്കാരമാണ് രാജാ രവിവർമ്മ പുരസ്കാരം എന്ന് പറയപ്പെടുന്നത്. പ്രഥമ രാജാ രവിവർമ്മ പുരസ്കാരം നേടിയത് ആരാ ചോദിച്ചു കഴിഞ്ഞാൽ KG സുബ്രഹ്മണ്യമാണ്. സുബ്രഹ്മണ്യൻ KG. ഓക്കെ, KG സുബ്രഹ്മണ്യൻ. ഓക്കെ, സുബ്രഹ്മണ്യനാണ്. KG സുബ്രഹ്മണ്യനാണ്. ഓക്കെ, പ്രഥമ രാജാ രവിവർമ്മ പുരസ്കാരം നേടിയത്. 3 ലക്ഷം രൂപയും കാനായി കുഞ്ഞിരാമൻ രൂപകൽപ്പന ചെയ്ത ശില്പവും അടങ്ങുന്നതാണ്, അല്ലെങ്കിൽ ശില്പവും അതിന് പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. അപ്പോൾ എന്താണ് ഈ പുരസ്കാര തുക എന്ന് പറഞ്ഞത്? എന്താണ്? 3 ലക്ഷം രൂപയാണ്. 3 ലക്ഷം രൂപയും അതുപോലെ തന്നെ കാനായി കുഞ്ഞിരാമൻ രൂപകൽപ്പന ചെയ്ത ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം എന്നറിയപ്പെടുന്നത്. ഓർത്തിരിക്കുക. അതുപോലെ തന്നെ എന്താ പറയാനുള്ളത്? രാജാ രവിവർമ്മ ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ ഓഫ് ആർട്സ് ആൻഡ് കൾച്ചർസ് ചെയ്യുന്ന എവിടെ ചോദിച്ചു കഴിഞ്ഞാൽ അത് കിളിമാനൂരാണ്. കിളിമാനൂർ കൊട്ടാരത്തിലാണ് അദ്ദേഹം ജനിച്ചത് അറിയാം. ഇപ്പോൾ കിളിമാനൂരാണ് എന്തുള്ളത്? കിളിമാനൂരാണ് എന്തുള്ളത്? രാജാ രവിവർമ്മ ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ ഓഫ് ആർട്ട് ആൻഡ് കൾച്ചർ സ്ഥിതി ചെയ്യുന്ന കിളിമാനൂരാണ്. രാജാ രവിവർമ്മയുടെ ജീവിതമാസ്പദമാക്കി ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത മലയാള ചിത്രമാണ് മകരമഞ്ഞ്. എന്താണ് ചിത്രത്തിന്റെ പേര്? ലെനിൻ രാജേന്ദ്രൻ. ആരാണ് ലെനിൻ രാജേന്ദ്രൻ? ആരാണ്? ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത ചിത്രമാണ് മകരമഞ്ഞ്. എന്താ ചിത്രത്തിന്റെ പേര്? മകരമഞ്ഞ് എന്ന് പറയുന്ന ചിത്രം ലെനിൻ രാജേന്ദ്രൻ രാജാ രവിവർമ്മയുടെ ജീവിതം ആസ്പദമാക്കി ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത മലയാള ചിത്രമാണ് മകരമഞ്ഞ് എന്നറിയപ്പെടുന്നത്. മകരമഞ്ഞ്. ഓർത്തിരിക്കുക. പിന്നെന്താ പറയുന്നത്? രാജാ രവിവർമ്മ എന്ന മലയാള കൃതി രചിച്ചതാരാണ്? അത് എൻ ബാലകൃഷ്ണനാണ്. ബാലകൃഷ്ണനാണ് എന്ത് രാജാ രവിവർമ്മ എന്ന മലയാള കൃതി രചിച്ചത് എൻ ബാലകൃഷ്ണനാണ്. പറഞ്ഞ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, കിളിമാനൂരാണ് രാജാ രവിവർമ്മ ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ ഓഫ് ആർട്ട് ആൻഡ് കൾച്ചേഴ്സ് ചെയ്യുന്നത്. രാജാ രവിവർമ്മ ജീവിതമാസ്പദമാക്കി ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത മലയാള ചിത്രമാണ് എന്ത് മകരമഞ്ഞ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, എൻ ബാലകൃഷ്ണനാണ് രാജാ രവിവർമ്മ എന്ന മലയാള കൃതി രചിച്ചത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ നമുക്ക് നോക്കാനുള്ള എന്താണ്? രാജാ രവിവർമ്മ എന്ന മലയാള കൃതി രചിച്ചത് എൻ ബാലകൃഷ്ണൻ നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രധാന ചിത്രങ്ങളാണ് എന്തൊക്കെയാണ്? അതുപോലെ തന്നെ എൻ ബാലകൃഷ്ണനാണ് രാജാ രവിവർമ്മയുടെ പ്രധാന ചിത്രങ്ങൾ. അദ്ദേഹത്തിന്റെ അദ്ദേഹം വരച്ച പ്രധാന ചിത്രങ്ങളാണ് രാജാ രവിവർമ്മ വരച്ച പ്രധാന ചിത്രങ്ങളാണ് രാധാമാധവം. അതുപോലെ തന്നെ വീണമീട്ടുന്ന സ്ത്രീ, ഹംസവും ദമയന്തിയും, മുല്ലപ്പൂ ചൂടിയ നായർ വനിത, സീതാ സ്വയംവരം, അമ്മയും മകനും, അതുപോലെ തന്നെ സീതാ ഭൂപ്രവേശം, ശ്രീരാമ പട്ടാഭിഷേകം, വിശ്വമിത്രനും മേനകയും, ശ്രീകൃഷ്ണ ജനനം, അർജുനനും സുഭദ്രയും, അതുപോലെ തന്നെ സ്നാനം കഴിഞ്ഞ സ്ത്രീ, നർത്തകി, വിദ്യാർത്ഥി, ഇന്ത്യയിലെ സംഗീതജ്ഞർ, അച്ഛൻ, ഉദയപൂർ, തമിഴ് മഹിളയുടെ സംഗീതാലാപനം, ദാരിദ്ര്യം, ശകുന്തളയുടെ പ്രേമവീക്ഷണം, ഇതെല്ലാം ആരുടെ ചിത്രങ്ങളാണ്? ഇതെല്ലാം രാജാ രവിവർമ്മ ചിത്രങ്ങളാണ്. രാജാ രവിവർമ്മയുടെ ചിത്രങ്ങൾ ഏതൊക്കെ ഒന്നുകൂടി നോക്കാം. ഒന്ന് രാധാമാധവമുണ്ട്, വീണമീട്ടുന്ന സ്ത്രീ, ഹംസവും ദമയന്തിയും, മുല്ലപ്പൂ ചൂടിയ നായർ വനിത, സീതാ സ്വയംവരം, അമ്മയും മകനും, സീതാഭൂപ്രവേശം, ശ്രീരാമ
ശ്രീരാമ പട്ടാഭിഷേകം, വിശ്വാമിത്രനും മേനകയും, ശ്രീകൃഷ്ണ ജനനം, അർജുനനും സുഭദ്രയും, സ്നാനം കഴിഞ്ഞ സ്ത്രീ, നർത്തകി, വിദ്യാർത്ഥി, ഇന്ത്യയിലെ സംഗീതജ്ഞർ, അച്ഛൻ, ഉദയപൂർ, അതുപോലെ തന്നെ തമിഴ് മഹിളയുടെ സംഗീതാലാപനം, ദാരിദ്ര്യം, ശകുന്തളയുടെ പ്രേമവീക്ഷണം, ഇതെല്ലാം രാജാ രവിവർമ്മ ചിത്രങ്ങളാണ്. അടുത്ത് നമ്മൾ നോക്കുന്നത് അടുത്തൊരു ചിത്രകാരൻ KCS പണിക്കർ. ആരാണ് അദ്ദേഹം? കേരളത്തിലെ ആധുനിക ചിത്രകലയുടെ പിതാവ്. അപ്പോൾ കേരളത്തിലെ ആധുനിക ചിത്രകലയുടെ പിതാവ് ആരാണ്? കേരളത്തിലെ ആധുനിക ചിത്രകലയുടെ പിതാവ്. കേരളത്തിലെ ആധുനിക ചിത്രകലയുടെ പിതാവാണ് ആര്? KCS പണിക്കർ എന്ന് പറയുന്നത്. മുഴുവൻ പേര് കോവലഴി ചിരമ്പത്തൂർ ശങ്കരൻ പണിക്കർ. എന്താണ് മുഴുവൻ പേര്? കോവലഴി ചിരമ്പത്തൂർ ശങ്കരൻ പണിക്കർ എന്നതാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. ചിത്രരചനയ്ക്ക് ദേശീയ പുരസ്കാരം ലഭിച്ച വർഷം 1965. 1965 ചിത്രരചനയ്ക്ക് ദേശീയ പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് KCS പണിക്കർ. അദ്ദേഹം കേരളത്തിൻ്റെ ആധുനിക ചിത്രകലയുടെ പിതാവാണ്. മുഴുവൻ പേരാണ് കോവലഴി ചിരമ്പത്തൂർ ശങ്കരൻ പണിക്കർ. 1965 ചിത്രരചനയ്ക്ക് ദേശീയ പുരസ്കാരം ലഭിച്ചു. KCS പണിക്കർ ചോളമണ്ഡലം കലാഗ്രാമം. എന്താണ്? ചോളമണ്ഡലം കലാഗ്രാമം സ്ഥാപിച്ചു. ചോളമണ്ഡലം കലാഗ്രാമം എന്ന് പറയുന്ന കോൺസെപ്റ്റ് സ്ഥാപിച്ചു മദ്രാസിൽ 1966. 1966 അദ്ദേഹത്തിന് എന്നാണ് കിട്ടിയത്? ചിത്രരചനയ്ക്ക് ദേശീയ പുരസ്കാരം ലഭിച്ചത് 1965. 1966 KCS പണിക്കർ ചോളമണ്ഡലം കലാഗ്രാമം സ്ഥാപിച്ചു മദ്രാസിൽ 1966. ചില പ്രശസ്ത ചിത്രങ്ങളാണ് ക്രിസ്തുവും ലാസറും. എന്താണ്? ക്രിസ്തുവും ലാസറും എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ചിത്രമാണ്. അതുപോലെ തന്നെ അടുത്താണ് മലബാർ കർഷകൻ എന്ന് പറയുന്നത് KCS പണിക്കരാണ്. ക്രിസ്തു ലാസറും ആരുടെയാണ്? KCS പണിക്കരാണ്. മലബാർ കർഷകൻ. അതുപോലെ തന്നെ അടുത്താണ് ലുംബിനി. ലുംബിനി എന്ന് പറയുന്നത് സമാധാനമുണ്ടാക്കുന്നവർ. അടുത്താണ് റിവർ. ലുംബിനി കഴിഞ്ഞാൽ സമാധാനമുണ്ടാക്കുന്നവർ, അത് കഴിഞ്ഞാൽ റിവർ, അത് കഴിഞ്ഞാൽ ഡോഗ്, വേർഡ്സ് ആൻഡ് സിംപിൾസ്. വേർഡ്സ് ആൻഡ് സിംപിൾസ് എന്ന് പറയുന്ന സംഗതി ഇദ്ദേഹത്തിൻ്റെ രചനയാണ്. വേർഡ്സ് ആൻഡ് സിംപിൾസ്, SYMBOLS, വേർഡ്സ് ആൻഡ് സിംപിൾസ്. ചില ചിത്രങ്ങൾ ഇതൊക്കെയാണ്: ക്രിസ്തുവും ലാസറും, മലബാർ കർഷകൻ, ലുംബിനി, സമാധാനമുണ്ടാക്കുന്നവർ, റിവർ, ഡോഗ്, വേർഡ്സ് ആൻഡ് സിംപിൾസ് ഒക്കെ ഓർത്തിരിക്കുക. അടുത്ത നമ്മൾ നോക്കുന്നത് അടുത്ത TK പത്മിനിയെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. TK പത്മിനി. ആരാണ് TK പത്മിനി? കേരളത്തിലെ അമൃത ഷെർഗിൽ എന്നാണ് TK പത്മിനി അറിയപ്പെടുന്നത്. അമൃത ഷെർഗിൽ കേരളത്തിലെ അമൃത ഷെർഗിലൊക്കെ എന്നറിയപ്പെടുന്ന ആരാണ്? അത് TK പത്മിനിയാണ്. TK പത്മിനി എന്ന സിനിമ സംവിധാനം ചെയ്തത് സുസ്മേഷ് ചന്ദ്രോത്താണ്. TK പത്മിനി എന്ന് പറയുന്ന ചിത്രം സംവിധാനം ചെയ്തത് സുസ്മേഷ് ചന്ദ്രോത്താണ്. TK പത്മിനി കലയും ജീവിതവും ജീവചരിത്രം. ആരാണ്? പൊന്ന്യൻ ചന്ദ്രൻ എന്താ എഴുതിയിരിക്കുന്നത്? TK പത്മിനി കലയും ജീവിതവും. TK പത്മിനി കലയും ജീവിതവും ആരാണ്? ജീവചരിത്രം പൊന്ന്യൻ ചന്ദ്രനാണ്. പ്രധാന ചിത്രങ്ങളാണ് പട്ടം പറപ്പിക്കുന്ന പെൺകുട്ടി, നീലനദി, ധ്യാനം, നിലാവ്, അതുപോലെ തന്നെ ഡ്രീം ലാൻഡ്, ഡോൺ, വുമൺ, ഗ്രോത്ത്, ബെറിയർ ഗ്രൗണ്ട്, പോർട്രേറ്റ്. ഇതൊക്കെ ആരുടെയാണ് പ്രധാന ചിത്രങ്ങളൊക്കെ? പട്ടം പറപ്പിക്കുന്ന പെൺകുട്ടി, പട്ടം പറപ്പിക്കുന്ന പെൺകുട്ടി, അതുപോലെ തന്നെ നീലനദി, അതുപോലെ തന്നെ ധ്യാനം, അതുപോലെ നിലാവ്, നിലാവ് എന്നറിയപ്പെടുന്നത്, അതിന് ഡിസയർ എന്നറിയപ്പെടുന്നത്, അതിന് ഡ്രീം ലാൻഡ് എന്നറിയപ്പെടുന്നത്, ഡ്രീം ലാൻഡ് എന്നറിയപ്പെടുന്നത്, അതിനെ വുമൺ എന്നറിയപ്പെടുന്നത്, അതിനെ ഡോൺ, അതുതന്നെ ബെറിയർ ഗ്രൗണ്ട്, പോർട്രേറ്റ്. ഇതൊക്കെ അദ്ദേഹത്തിന് TK പത്മിനിയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചിത്രങ്ങളാണ്. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് ആർട്ടിസ്റ്റ് നമ്പൂതിരിയെ കുറിച്ചാണ്. ആരാണ്? ആർട്ടിസ്റ്റ് നമ്പൂതിരി. ആർട്ടിസ്റ്റ് നമ്പൂതിരി. യഥാർത്ഥ പേരെന്താണ്? KM വാസുദേവൻ നമ്പൂതിരി. KM വാസുദേവൻ
ദേവൻ, കെ വാസുദേവൻ, KM വാസുദേവൻ നമ്പൂതിരി. ആത്മകഥാംശമുള്ള പുസ്തകമാണ് രേഖകൾ. എന്താണ്? ആത്മകഥാംശമുള്ള പുസ്തകമാണ് ഇത് രേഖകൾ. രേഖകൾ എന്നറിയപ്പെടുന്നത് ആത്മകഥാംശമുള്ള പുസ്തകങ്ങളാണ്. ജി അരവിന്ദൻ്റെ ഉത്തരായനം, കാഞ്ചനസീത എന്നീ സിനിമകളുടെ ആർട്ട് ഡയറക്ടറായിരുന്നു ആര്? KCS പണിക്കർ. അത് ആർട്ടിസ്റ്റ് നമ്പൂതിരി. യഥാർത്ഥ നാമം KM വാസുദേവൻ നമ്പൂതിരി. ആത്മകഥാംശമുള്ള പുസ്തകമാണ് രേഖകൾ എന്നറിയപ്പെടുന്നത്. ജി അരവിന്ദൻ്റെ ഉത്തരായനം, കാഞ്ചനസീത എന്നീ സിനിമകളുടെ ആർട്ട് ഡയറക്ടറായിരുന്നു ആര്? ആർട്ടിസ്റ്റ് നമ്പൂതിരി എന്നറിയപ്പെടുന്നത്. തകഴി ശിവശങ്കരപിള്ള, കേശവ ദേവ്, MT വാസുദേവൻ നായർ, ഉറൂബ്, SK പൊറ്റക്കാട്, ഇടശ്ശേരി ഗോവിന്ദൻ നായർ, VKN തുടങ്ങിയ നിരവധി മലയാള സാഹിത്യകാരന്മാർക്ക് വേണ്ടി അദ്ദേഹം ചിത്രരചന നടത്തിയിട്ടുണ്ട്. ചിത്രരചന നടത്തിയിട്ടുണ്ട്. അടുത്താണ് നമ്മൾ നോക്കുന്നത് CN കരുണാകരൻ. അടുത്താണ് CN കരുണാകരൻ. ആരാണ് CN? CN കരുണാകരൻ. CN കരുണാകരൻ സ്ഥാപിച്ച കേരളത്തിലെ ആദ്യ സ്വകാര്യ ആർട്ട് ഗാലറിയാണെന്ത്? ചിത്രകൂടം. ചിത്രകൂടം എന്ന് പറയപ്പെടുന്നത് CN കരുണാകരൻ്റെ ആർട്ട് ഗാലറിയാണ് ചിത്രകൂടം എന്നറിയപ്പെടുന്നത്. CN കരുണാകരൻ സ്ഥാപിച്ച കേരളത്തിലെ ആദ്യ സ്വകാര്യ ആർട്ട് ഗാലറിയാണ് ചിത്രകൂടം എന്നറിയപ്പെടുന്നത്. CN കരുണാകരൻ വരച്ച വിഖ്യാത ചിത്രമാണത്. അതാണ് ട്രൈബൽ വിച്ചസ്. എന്താണ്? ട്രൈബൽ വിച്ചസ് എന്നറിയപ്പെടുന്നത് ഇദ്ദേഹം CN കരുണാകരൻ വരച്ച വിഖ്യാത ചിത്രമാണ്. CN കരുണാകരൻ സ്ഥാപിച്ച കേരളത്തിലെ ആദ്യ സ്വകാര്യ ആർട്ട് ഗാലറിയാണ് ചിത്രകൂടം എന്നറിയപ്പെടുന്നത്. ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ നോക്കിയത് പ്രധാനപ്പെട്ട ചിത്രകാരന്മാരും അവരുടെ ചിത്രങ്ങളും ഒക്കെയാണ് നമ്മൾ നോക്കിയത്. ക്ലാസ് മനസ്സിലായി വിചാരിക്കുന്നു. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. കുട്ടികളെ ഷെയർ ചെയ്ത് കൊടുക്കുക. LDC എക്സാമുമായി ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കാണ്, ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. താങ്ക് യു.